നമുക്കൊപ്പം ഡോക്ടർ അജിത് കുമാർ ചേരുകയാണ്. ഡോക്ടർ അജിത് കുമാർ, എങ്ങനെയാണ് ഇന്ത്യയുടെ വിജയത്തെ കാണുന്ന? ആധികാരിക വിജയമാണ്, ഒരു കണക്ക് തീർക്കലാണ്, എത്ര മനോഹരമാണ് ഈ കളി? ആധികാരികം എന്നാലും അല്ല, പക്ഷെ മനോഹരമായിരുന്നു. എൽദോപ്പോൾ പുതുശ്ശേരി പറഞ്ഞ ആധികാരികമായ വിജയമാണെന്ന് അത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അവസാനം ഹാർദിക് പാണ്ഡ്യയുടെ 2 സിക്സർ ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോ അവര് ജയിച്ചനെ. കാരണം അങ്ങനെ ടെൻഷനിലായിരുന്നു കളികള്. അത്രയും ക്ലോസ് ആയി, ഇത്രയും ക്ലോസ് ആവുന്ന ഞാൻ വിചാരിച്ചില്ല. കാരണം വിരാട് കോഹ്ലി പെട്ടെന്ന് ഔട്ടായപ്പോഴാണ് കാര്യങ്ങൾ ഇത്രയും മാറിയത്. കാരണം കോഹ്ലിയും രാഹുലും കൂടി കളിച്ചിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ജയിച്ചേനെ. എന്നാ പിന്നെ ആധികാരികം എന്ന് പറയാൻ പറ്റുമായിരുന്നു. കോഹ്ലിയുടെ ഡിസ്റ്റൻസിലാണ് അത് കഴിഞ്ഞ് പെട്ടെന്ന് സ്കോറിങ് കുറയുകയും ചെയ്തു. പിന്നെ ഹാർദിക്ക് വന്നിട്ട് ആ 2 സിക്സർ അടിച്ചതാണ്. അതോടെ കളി കംപ്ലീറ്റ് ഇന്ത്യയുടെ ഭാഗത്തേക്ക് മാറി. പിന്നെ നമ്മൾ വിജയിക്കുന്നത് തീർച്ചയായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും അവസാന നിമിഷം വരെ ഓസ്ട്രേലിയൻസിന്റെ ആ ഫൈറ്റിംഗ് സ്പിരിറ്റാണ്. ഒരു കാര്യം ഡെഫിനറ്റ് ആണ്, ഈ ഓസ്ട്രേലിയൻ ടീമിൽ ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് അവരുടെ ബോളിംഗ് വെരി വെരി പുവർ. അത് നമുക്കറിയാലോ. അവരുടെ മെയിൻ ബോളേഴ്സ് ആരുമില്ല. ക്യാപ്റ്റൻ കമ്മിൻസ് ഇല്ല, മിച്ചൽ സ്റ്റാർക്ക് ഇല്ല, ഹേസൽവുഡ് ഇല്ല. ഇവരാണ് അവരുടെ 3 ടോപ്പ് ബോളേഴ്സ്. അവരാണ് ഓസ്ട്രേലിയ എന്നും ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവരില്ലാതെന്നും എന്നിട്ടും ഇവര് സെമിഫൈനലിലെത്തി. മാത്രം ഇത്രയും ടൈറ്റ് ആയിട്ട് ഇന്ത്യയിൽ കളിച്ചു. വളരെ നല്ല പെർഫോമൻസ് അവരുടെ ഭാഗത്ത് ഉണ്ടായി എന്നത് യാതൊരു സംശയമില്ല. ഓസ്ട്രേലിയൻസിന്റെ ആ ടിപ്പിക്കൽ ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് നമ്മൾ കണ്ടു. പക്ഷെ ഇന്ന് ഇന്ത്യ ആയിരുന്നു ബെറ്റർ സൈഡ്, യാതൊരു സംശയമില്ല. നേരത്തെ എൽദോ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു, ബോളേഴ്സും വളരെ കൃത്യമായിട്ട് എല്ലാ ബോളേഴ്സും 5 പേരും വളരെ നന്നായിട്ട് ബോൾ ചെയ്തു. 264 എന്നൊരു സ്കോർ ഓസ്ട്രേലിയ. കാരണം ഓസ്ട്രേലിയ കൂടുതലും അവരുടെ ബാറ്റിങ്ങിനെയാണ് ആശ്രയിക്കുന്നത്. അവരെ ബാറ്റ്, അതുകൊണ്ടാണല്ലോ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അവർ ആദ്യം ബാറ്റ് ചെയ്ത് ഒരു 300 റൺ എടുത്തിരുന്നെങ്കിൽ കാര്യം മാറിയനെ. പക്ഷെ ആ ബാറ്റിങ്ങിനെ നിലനിർത്താനായിട്ട് നമ്മുടെ ഇന്ത്യൻ ബോളേഴ്സിന് പറ്റി. അപ്പൊ ഇന്ത്യൻ ബോളേഴ്സിന്റെ ആ ഒരു നല്ലൊരു മികവ് ബാറ്റ്സ്മാൻമാര് കണ്ടിന്യൂ ചെയ്തു തന്നെ പറയാം. ഗില്ല ഒഴികെ ബാക്കി എല്ലാവരും ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ശുഭ്മാൻ മാത്രമേ ഉള്ളൂ ഇന്ന് ഫെയിൽ ചെയ്തുള്ളൂ. ബാക്കി എല്ലാവരും നല്ലൊരു സ്റ്റാർട്ടാണ് രണ്ടുപേരും കൂടി കൊടുത്തത്. എന്ത് പറഞ്ഞാലും രോഹിത്തിന്റെ 28 എന്നുള്ളത് നല്ലൊരു സ്കോർ ആയിരുന്നു. ശ്രേയസിന്റെ 45. ശ്രേയസും ആ 91 റൺസ് പാർട്ട്ണർഷിപ്പ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ കളി നമ്മുടെ ഭാഗത്തേക്ക് ശരിക്കും വന്നത്. അതുവരെ ആർക്കും ഏത് ഭാഗത്തും പോവാമെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ നല്ലൊരു മാച്ച് ഓസ്ട്രേലിയ നമ്മൾ നല്ലൊരു മത്സരത്തിൽ തോൽപ്പിച്ചു എന്നാണ് എനിക്കിതില് പറയാനുള്ളത്. വിരാട് കോഹ്ലി നല്ല ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നത് നമ്മൾ കാണണം. ഒരു നിർണായക മത്സരത്തിൽ കൂടി വിരാട് കോഹ്ലിയുടെ ചിറകിലേറി ഇന്ത്യ വിജയം കൈവരിച്ചിരിക്കുന്നു. നമ്മൾ 3ാം കിരീട നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. അതിലേക്കുള്ള പ്രയാണത്തിൽ ഇന്നത്തെ കളി നോക്കിക്കാണുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു കിരീട വിജയം പ്രതീക്ഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ താരങ്ങൾ ആ ഫോമിലേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ നമ്മളെ 2 മത്സരത്തിൽ ഇപ്പൊ ശരിക്കും ന്യൂസിലൻഡും ഈ ഓസ്ട്രേലിയയാണ് ജയിച്ചത്. നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായ മത്സരങ്ങള് ശ്രീലങ്കയെ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെ തോൽപ്പിച്ചപ്പോഴും അത് ഈസി വിക്ടറീസ് ആയിരുന്നു. അത് രണ്ടും ഈ ശരിക്കും ഒരു ക്രൂഷ്യൽ മത്സരം ന്യൂസിലൻഡ് ആയിരുന്നു. ന്യൂസിലൻഡോട് നമ്മൾ 249 ഓൾ ഔട്ട് ആയപ്പം അതൊരു ആദ്യമായിട്ടാണ് നമ്മൾ ഒരു പ്രഷർ വന്നത്. വളരെ ഗംഭീരമായിട്ട് നമ്മള് ന്യൂസിലൻഡ് 205 ഓൾ ഔട്ട് ആക്കി നമുക്ക് 44 റണ്ണിൽ ജയിക്കാൻ പറ്റി. അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു മത്സരം ഇപ്പൊ ഓസ്ട്രേലിയ ആയിട്ടായിരുന്നു. 2 മത്സരങ്ങൾ. അപ്പൊ നമ്മൾ ടീമിന്റെ ഒരു എന്താ പറയുക ശക്തി കൃത്യമായിട്ട് കാണുന്നുണ്ട്. ബോളേഴ്സ് എങ്ങാനും പിന്നോട്ട് പോയാൽ ബാറ്റ്സ്മാൻമാർ മുന്നോട്ട് വരിക. അപ്പൊ ശരിക്ക് ബാറ്റ്സ്മാൻമാരെ പിന്നോട്ട് പോകുമ്പോൾ ബോളേഴ്സ് മുന്നോട്ട് വരിക. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ ബോളേഴ്സിന്റെ വിക്ടറിയാണിത്. 4 മത്സരങ്ങളും നമ്മൾ ബോളേഴ്സ് വളരെ നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ആ ബോളേഴ്സിന്റെ ഒരു വിക്ടറി ആയിട്ടാണ് ഞാനിത് കാണുന്നത്. ശരി, വളരെ നന്ദി ഡോക്ടർ അജിത് കുമാർ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്.